വെല്ലുവിളിച്ച് പരാജയപ്പെട്ടവരുടെ നിരവധി ചരിത്രം നമ്മുടെ മുൻപിലുണ്ട്. ഒട്ടേറെ കേസുകൾ പ്രതിയായ അർജുൻ നായങ്കി എന്ന ചെറുപ്പക്കാരൻ കഴിയുമെങ്കിൽ എന്നെ പിടിക്കൂ എന്ന് നിയമത്തെയും നിയമ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ച സംഭവമാണ് ഈയിടെ അടുത്ത് നടന്നത്. ഒളിവിൽ പോയ 4-ാം ദിവസം കണ്ണൂർ 2026 ഓഗസ്റ്റ് മാസം 9 വെളുപ്പിന് 2:15 കണ്ണൂരുള്ള ഒരു അഭിഭാഷകരുടെ വീട്ടിൽ നിന്നും പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു. നിങ്ങൾക്കറിയാമോ, ഫ്രാൻസിൻ്റെ ചക്രവർത്തിയും ലോകത്തിലെ ഏറ്റവും മികച്ച സൈനിക മേധാവികളിൽ ഒരാളുമായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട് യൂറോപ്പിൻ്റെ വലിയൊരു ഭാഗം അദ്ദേഹം കീഴടക്കി. തൻ്റെ ശക്തിയാൽ അമിതമായ ആത്മവിശ്വാസം പുലർത്തി നിരവധി യുദ്ധങ്ങൾ നടത്തി. 1815 വാട്ടർലൂ യുദ്ധഭൂമിയിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അതുപോലെ അദ്ദേഹം വെട്ടിപ്പിടിച്ച സാമ്രാജ്യം പാടെ തകർന്നു. അതുപോലെ ഫിലിസ്തീനയുടെ ശക്തനായ യോദ്ധാവായിരുന്നു ഗോലിയാത്ത്. അവൻ ഇസ്രായേൽ ജനത 40 ദിവസമാണ് വെല്ലുവിളിച്ചത്. 1-17 അധ്യായം. എല്ലാവരും ഭയന്നു കുറച്ചു. എന്നാൽ യുവാവായ ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ച ഒരു കവിണയും കല്ലും കൊണ്ട് അവനെ വീഴ്ത്തി. ശ്രദ്ധിക്കുക, അഹങ്കാരവും സ്വന്തം ശക്തിയുള്ള അമിത വിശ്വാസവും അവസാന പരാജയത്തിലേക്ക് ചെന്ന് അവസാനിക്കും. വെല്ലുവിളിക്കാൻ വളരെ എളുപ്പമാണ്, എന്നാൽ വിവേകവും വിനയവും ഉള്ളവർക്കേ വിജയം നിലനിർത്താൻ കഴിയൂ. ഈ വീഡിയോയുടെ 2ാമത്തെ ഭാഗവുമായി നമ്മൾ കാണുന്നതുവരെ സർവശക്തനായ ദൈവം നമ്മെ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.